ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കോഫി പെയിൻറ്റിങ് ചെയ്താലോ? അപ്പം തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ, വരയ്ക്കാൻ അറിയാത്തവർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പെയിൻറ്റിംഗ് ആണ് കോഫി പെയിൻറ്റിങ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. കോഫി പെയിൻറ്റിങ് ചെയ്യാൻ എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് നോക്കാം. ഒരു വാട്ടർ കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കോഫി പെയിൻറ്റിങ് ചെയ്യാൻ ഹാൻഡ് മെയ്ഡ് പേപ്പറോ അല്ലെങ്കിൽ ക്യാൻവാസ് ഷീറ്റോ ഉപയോഗിക്കും. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വാട്ടർ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ്. പിന്നെ വേണ്ടത് ബ്രഷസ് ആണ്. ഞാനിവിടെ 1, 2, 3, 6 എടുത്തിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഇത്ര വീതി കൂടി ബ്രഷ് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 2 or 3 ഉപയോഗിക്കുക. ഞാനിവിടെ 3, 6 ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ കാർബൺ പേപ്പർ ഷീറ്റ്, അതായത് പിന്നെ 2 ഭാഗമുണ്ട് അതിന്, മഷിയുള്ള ഭാഗവും പിന്നെ നോർമലായിട്ടുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ മഷിയുള്ള ഭാഗം അടിയിലായിട്ട് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം സ്കെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് പൗഡറാണ്. അതായത് കോഫി പൗഡർ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, തരി ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. പിന്നെ ആവശ്യമുള്ളത് ഫെവിക്കോളാണ്. പിന്നെ വേണ്ടത് നല്ല ചൂടുവെള്ളം കുറച്ച് വേണം. ഞാനിവിടെ ഈ ഒരു ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നേരെ പിക്ചർ വരച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക. പിന്നെ വേണ്ടത് ഒരു ഗോൾഡൻ 3D ഔട്ട്ലൈനറാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനിയും ഇതുപോലുള്ള ഐഡിയാസും വീഡിയോസും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എൻ്റെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണണമെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലൊരു വാട്ടർ കളർ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ മഷി വരുന്ന ഭാഗം അടിയിലായിട്ട് കാർബൺ ഷീറ്റ് സെറ്റ് ചെയ്യാം. ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ പിക്ചർ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ വയ്ക്കാം. അപ്പം ഈ പിക്ചർ നീങ്ങാൻ പാടില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ഇല്ലെങ്കിൽ മുകളിൽ എവിടെയെങ്കിലും സ്റ്റേപ്ലിൻ അടിച്ചിട്ടോ ഈ രീതിയിലോ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ സ്കെച്ച് ചെയ്യുമ്പം അത് നീങ്ങിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് ഇതുപോലെ സ്കെച്ച് ചെയ്തെടുക്കാം. സ്കെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ നിന്നായിട്ട് സ്കെച്ച് ചെയ്ത് പോവുക. അപ്പോൾ വരകളൊന്നും സ്കിപ്പാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ക്ലിയറായി വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കോഫി പൗഡർ ആദ്യം എടുക്കാം. ശേഷം അതിലേക്ക് നമ്മൾ നന്നായി തിളപ്പിച്ചെടുത്ത് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 3-4 തുള്ളി ഫെവിക്കോൾ കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പം അതിലാ തരി ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി അത് മിക്സ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പച്ചവെള്ളം ഉപയോഗിക്കാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കണം. ചിലർ പച്ചവെള്ളം ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ചൂടുവെള്ളം ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി അതിലെന്തെങ്കിലും തരി നന്നായി അത് മിക്സ് ആവാൻ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് കോഫി പെയിൻറ്റ് കിട്ടുക. അപ്പോൾ നമുക്കിതൊരു ബേസിക് കോട്ട് കൊടുക്കാൻ പാകത്തിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ചൊരു വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ലൈറ്റാക്കി എടുത്തിട്ട് വേറെ ജസ്റ്റ് ഒരു റഫ് പേപ്പറിൽ, വൈറ്റ് പേപ്പറിലൊന്ന് ആ ഷെയ്ഡൊന്ന് കറക്റ്റാണോ നോക്കുക.
ഇനി ഒരു ബേസിക് കോട്ടായിട്ട് ഈ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ബേസിക് കോട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ഉണക്കിയതിന് ശേഷം ഒന്നെങ്കിൽ ഡ്രയർ വെച്ച് ഉണക്കുക, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം 3D ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പിക്ചർ കംപ്ലീറ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്ന് താഴേക്കെന്നുള്ള രീതി ഫോളോ ചെയ്യുക. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കയ്യിലായി പിക്ചർ മൊത്തം അവിടെ ഇവിടെയൊക്കെ ആവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഈ ഔട്ട്ലൈൻ ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പെയിൻറ്റും ഔട്ട്ലൈനൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. കളർ തന്നെ മാറി, കണ്ടില്ലേ, നല്ലൊരു ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇതുപോലെ പെയിൻറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലവർ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായി ഞാൻ ആദ്യം കുറച്ച് കോഫി പൗഡർ എടുക്കുകയാണ്. ശേഷം അതിലേക്ക് ഫെവിക്കോള്, ചൂടുവെള്ളം ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിൽ എന്തെങ്കിലും തരിതരിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായി അത് മിക്സ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഷെയ്ഡ് കറക്റ്റാണോ എന്നൊരു A4 ഷീറ്റിൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഷെയ്ഡ് കറക്റ്റാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഷെയ്ഡ് നല്ല ഡാർക്ക് ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടി കോഫി പൗഡർ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഡാർക്ക് ഷെയ്ഡ് കൂടിപ്പോവുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഷെയ്ഡ് കുറച്ചെടുക്കുക. ഇനി ഇതുപോലെ ഏറ്റവും മുകളിലെ പോർഷൻ ആദ്യം പെയിൻറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നേരത്തെ ഔട്ട്ലൈനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് എന്നുള്ള രീതി തന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റ് മൊത്തം പിക്ചറിൽ അവിടെ ഇവിടെയൊക്കെ ആവും. അപ്പോൾ അത് പിക്ചർ കോളാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഷെയ്ഡ് കൊടുക്കുക. ഞാനിവിടെ ആദ്യം ഏറ്റവും മുകളിൽ ലീഫിനാണ് ഷെയ്ഡ് കൊടുത്തു തുടങ്ങിയത്. പിന്നെ നിങ്ങൾക്ക് അത് മെല്ലെ മെല്ലെ താഴേക്ക് എന്നുള്ള രീതിയിലേക്ക് ഷെയ്ഡ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുടക്കക്കാരാണെങ്കിലും ഈ ഒരു ബ്രഷ് ഇത് ഞാൻ 3 നമ്പർ സൈസ് 3 ആണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വീതി കുറഞ്ഞ ബ്രഷ് ഉപയോഗിക്കാം.
അപ്പോൾ ലീഫിന് നിങ്ങൾ കുറച്ചുകൂടി ചെറിയ സൈസ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ പെറ്റൽസ് ആകുമ്പോഴേക്കും കുറച്ച് ഈ ഒരു വീതിയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ നന്നായിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും ഷെയ്ഡ് ചെയ്യാതിരിക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായി ഉണങ്ങിയതിന് ശേഷം അടുത്ത ഷെയ്ഡ് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കൊടുക്കുക. നല്ലോണം ഡ്രൈ ആവാതെ നമ്മൾ ആ ഷെയ്ഡിൻ്റെ മേലെ വീണ്ടും വീണ്ടും കൊടുക്കുമ്പോൾ ആ ഷെയ്ഡിൻ്റെ ഭംഗി നമുക്ക് നഷ്ടമാകും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ ഭയങ്കര ഒരു ആൻറ്റിക് ലുക്കാണ്. ശരിക്കും കോഫി പെയിൻറ്റിങ് എന്ന് പറയുന്നൊരു ആൻറ്റിക് ലുക്കാണ്. ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷേ 2-3 കോട്ടെങ്കിലും നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. തുടക്കക്കാരാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പിക്ചർ വരക്കാൻ അറിയാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വരച്ച് നോക്കുക, ഇതുപോലെ കോഫി പെയിൻറ്റിങ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇതുപോലെ കോഫി പെയിൻറ്റിങ് ചെയ്ത് നമുക്ക് ഫ്രെയിം ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.